അനീഷും നന്ദുവും ഇവിടെ ഇരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഒരു പകപോക്കൽ, ഈ ചിരിയും കളിയുമെല്ലാമല്ല, ഒരു പകപോക്കലിനായി വന്നിരിക്കുകയാണ്. നമ്മളിന്നുള്ളത് മറ്റെവിടെയല്ല, വാടി കടപ്പുറത്താണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴത്തേക്ക് കൂടെ അവിടെ അവധിയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ചിന്നക്കടയിൽ പോയി ഫുഡ് കഴിച്ചൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഈ കാണുന്ന ആൾക്കാരെല്ലാം വന്നിരിക്കുന്നത് ഇവിടുത്തെ ഫിഷ് ഐറ്റം കഴിക്കാനായിട്ടാണ്. അവരുടെ വണ്ടികളാണ് ഈ കാണുന്നതെല്ലാം. നമ്മളൊരു യൂട്യൂബ് ചാനലും പിന്നെ അല്ലാതെ പറഞ്ഞ് കേട്ടൊക്കെ അറിയാണ് വന്നേക്കുന്നത്. പക്ഷെ നമ്മൾ വന്നപ്പോൾ തന്നെ ഇവിടെ മസാല പുരട്ടി ചെമ്പല്ലിയും ചൂരയും അയലയും ചാളയൊക്കെ വച്ചിട്ടുണ്ട്. 3-4 സൈസ് മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അനീഷ് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അനീഷ് വിശദമായിട്ട് തന്നെ മസാല എല്ലാത്തിനും ഒരേ മസാല തന്നെ കേട്ടോ. മസാല തേച്ച് വെച്ചേക്കുന്നത് ഇവർ മസാല ഇട്ട് തേച്ച് പൊരിച്ചാണ് തരുന്നത്. അങ്ങനെ നമ്മളെന്തായാലും അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ട് വന്ന് തൽക്കാലം മീൻ വരുന്നവരെ കഴിക്കാനായിട്ട് പൊറോട്ട ഓർഡർ ചെയ്തു. അവൻ്റെ കൂടെ ഒഴിക്കാനായിട്ട് മീൻകറിയാണ് അവിടെ ഉണ്ടായിരുന്നത്. വേറെ ഇപ്പോൾ ഫ്രൈ മാത്രമേ ഉള്ളൂ, കറിയായിട്ടുള്ള എല്ലാം തിരുന്ന് മീനിൻ്റെ ഗ്രേവി മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ച് പകുതി ആയപ്പോഴത്തേക്കാണ് നമ്മുടെ മീൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൂര ആണ് ഓർഡർ ചെയ്തത്, ചൂര ഫ്രൈ ആണ് ഓർഡർ ചെയ്തത്. ഒരു മേശക്കകത്തല്ല, ഒരു പാത്രത്തിനകത്ത് കുറേ സവാളയൊക്കെ അരിഞ്ഞിട്ട് കൊണ്ടുവന്നു. നമ്മൾ വിശദമായിട്ട് നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച് സംഭവം എന്തെന്ന് പറഞ്ഞാലും പൊളിയല്ല, പൊളപ്പനുമല്ല, പൊളിഞ്ഞു പോയി എന്ന് വേണമെങ്കിൽ പറയാം. സംഭവം അത്ര കറിയൊന്നും ഇല്ലായിരുന്നു. എന്നാലും നമ്മൾ വിശന്നിരുന്നത് കൊണ്ട് ചെറുതായിട്ട് 1-2 പീസെടുത്ത് കഴിച്ച് അവസാനം നിങ്ങൾക്ക് കാണാൻ അത് മുള്ളും തോലിയും ഉള്ളു. എന്തായാലും നമ്മൾ കഴിച്ചു കഴിഞ്ഞു. പക്ഷേ നമ്മൾ ഇത്രയും മെനക്കെട്ട് പോയതിൻ്റെ ഒരു തൃപ്തിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മളെന്തായാലും അത് കഴിച്ച് 3 പേരുടെ നമ്മൾ കഴിച്ച് പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ. എന്നാലും ഭയങ്കര ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും പറയാനില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു മീനോട്ട് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടാമത് ഓർഡർ ചെയ്തത് ഒരു ചെമ്പല്ലിയാണ്. അപ്പോൾ ചെമ്പല്ലി വരുന്നവരെ പിന്നെ നമ്മൾ 2-3 പൊറോട്ടയൊക്കെ കഴിച്ച് അപ്പോൾ ചെമ്പല്ലി വന്ന്. ചെമ്പല്ലി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയും ഇല്ല കേട്ടോ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല. സാധനം പൊളി സാധനമാണ്. നമ്മൾ ആദ്യം ആലോചിച്ച് ചെമ്പല്ലിയും ഓർഡർ ചെയ്ത് ചൂരയൊന്നും ഓർഡർ ചെയ്യേണ്ടത്. ചെമ്പല്ലി കൊള്ളാം, നല്ല സൂപ്പർ ചെമ്പല്ലിയായിരുന്നു. നമ്മളിവിടെ ഇരുന്നപ്പോൾ തന്നെ മറ്റ് ടീമിവിടെ വന്നിട്ടുണ്ടായിരുന്നു. യൂട്യൂബറാണ്, അതിൻ്റെ പേരറിയത്തില്ല. അനീഷിനറിയാതെ അനീഷ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അനീഷ് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിപ്പം കാണിക്കാൻ പോകണം നമ്മുടെ പാരിപ്പള്ളിയിൽ തന്നെ വേറൊരു ഫിഷ് ഗ്രില്ല് ചെയ്ത് കിട്ടുന്ന കടയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഇന്ന് ചെന്നതല്ല കേട്ടോ, ഇതിന് മുന്നേ ചെന്നതാണ്. ഇവിടെ കഴിക്കുന്നതിന് മുന്നേ ചെന്നതാണ്. ഇതിൻ്റെ ചെറിയ ഷോർട്സ് നമ്മളിതിന് മുന്നേ ഇട്ടിട്ടുമുണ്ട്. എന്നാലും ഞാൻ ഇട്ടതെന്ന് പറഞ്ഞാൽ അതൊരു കമ്പാരിസനായിട്ട് വേണമെങ്കിൽ കണക്ക് കൂട്ടാം. നമ്മൾ പാരിപ്പള്ളി പരൂർ റൂട്ടിലുള്ള ഞാറമുട്ടി സ്റ്റോഴ്സ് സമയമുള്ള വിട്ടത് കടയുടെ പേര് ഞാൻ വിട്ടുപോയി, സോറി. അപ്പോൾ വെളിയിൽ ഇത് ചുമ്മാ എടുത്തൊരു വീഡിയോ ആണ്, അതുകൊണ്ടാണ്. എന്നാലും ഇപ്പോൾ ഇടണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. അപ്പോൾ അവിടെ നിന്ന് നമ്മളന്ന് വാങ്ങിച്ചിരുന്ന ഒരു ഫിഷ് ഫ്രൈ വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ പേര് അന്ന് വാങ്ങിച്ച ആ ഫിഷിൻ്റെ പേരെന്ന് പറയുമ്പോൾ റനീസ് എന്ന ഫിഷായിരുന്നു നമ്മൾ വാങ്ങിച്ചത്. ഇവിടെ ഗ്രില്ലാണ് കേട്ടോ, ഫിഷ് ഗ്രില്ലാണ് ഇവിടെ പ്രത്യേകത. പൊരിച്ച തരുന്നതല്ല, ഗ്രില്ല് ചെയ്ത് തരുന്നതാണ്. നമ്മൾ കുറച്ച് നേരം നിന്ന് അന്ന് അനീഷാണ് മീനിനെ ചൂസ് ചെയ്തത് കേട്ടോ. ജാതകമൊക്കെ നോക്കി കുറേ നേരം നിന്ന് നക്ഷത്രഫലവും എല്ലാം നോക്കിയിട്ടാണ് മീൻ ഓർഡർ ചെയ്തത്. അപ്പോൾ അന്നവിടെ ഞണ്ടുണ്ട്. ഞണ്ട് എനിക്ക് അത്ര താല്പര്യമില്ലാഞ്ഞുകൊണ്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ മീൻ തന്നെ ആക്കിയത്. അങ്ങനെ മീൻ നമ്മൾ പറയുന്ന മീൻ എടുത്ത് കൊടുത്ത് അവർ ഗ്രില്ല് ചെയ്ത് കേട്ടോ. ഗ്രില്ല് ചെയ്യാനൊരു 10, 25, 30 മിനിറ്റ് സമയമെടുക്കും. എന്നാലും ആ ഗ്രില്ലൊക്കെ ചെയ്ത് സംഭവം സാധനം കൊണ്ടുവന്നു. അപ്പോൾ സാധനം കൊണ്ടുവന്നപ്പോൾ ഇതെന്തരാമെന്ന് പറയുമ്പോൾ ആദ്യമായിട്ടാണ് ഫിഷ് ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നത്. അത് പറയാനില്ല, സൂപ്പർ സാധനം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൊന്ന് പറഞ്ഞത്. സൂപ്പർ സാധനം വരുന്നത്. നമ്മൾ ഈ കൊല്ലത്ത് അത്രയും എണ്ണയും ചിലവാക്കി അവിടെ പോയി കഴിച്ചതും നമ്മുടെ അടുത്ത് പാരിപ്പള്ളിയിൽ നിന്ന് കഴിച്ചാൽ വെച്ച് നോക്കുകയാണെങ്കിൽ പാരിപ്പള്ളിയിൽ നിന്ന് കഴിച്ചത് വളരെ സൂപ്പർ സാധനമായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷെ നമ്മൾ ചെമ്പല്ലിയും കഴിച്ച് അവിടെ നിന്ന് വേറെ ചൂരയും കഴിച്ച് പിന്നെ ഈ പറയുന്ന ഇവിടെ നിന്ന് ഈ മീൻ കഴിച്ചു. എൻ്റെ പേര് ഞാൻ വിട്ടുപോയി, ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ. പക്ഷേ അതിനകത്ത് ഏറ്റവും ബെറ്റർ ഇതാണ്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ അങ്ങേരെ എണ്ണയും കത്തിച്ച് കൊല്ലം വരെ എണ്ണയും കത്തിച്ച് പോയിട്ടും ഒരു ഉപയോഗമില്ലാതായിപ്പോയി. പക്ഷേ ഇത് പാരിപ്പള്ളി തന്നെ, അല്ലെങ്കിൽ മുറ്റത്തെ മുല്ലയ്ക്ക് മണമല്ലല്ലോ. നമ്മൾ കൊള്ളത്തിലെന്ന് പറഞ്ഞ് ഇട്ടുതന്നെയാണ് ഇത്. കൊള്ളത്തില 1-2 യൂട്യൂബർമാരൊക്കെ വന്ന് ഇവിടെ പാരിപ്പള്ളിയിൽ നിന്ന് വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മൾ വിചാരിച്ചത് പെയ്ഡ് പ്രൊമോഷൻ ആയിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊള്ളത്തില്ല എന്ന് വിലയിരുത്തിയ സാധനമാണ് പാരിപ്പള്ളിയിലത്.
പക്ഷേ പാരിപ്പള്ളിയിൽ ഒന്നും പറയാനില്ല, നമ്മുടെ സൂപ്പറാണ്. നമ്മുടെ കൊല്ലം വരെയോ അല്ലെങ്കിൽ വിഴിഞ്ഞത്ത് വരെ പോണ എണ്ണച്ചിലവും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫുഡാണ്. നല്ല സൂപ്പർ ഫിഷ് ഗ്രില്ലാണ് കേട്ടോ. ഫ്രൈ അല്ല, ഗ്രില്ലാണ്. ആ ഗ്രില്ലിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. ഇനിയിപ്പോൾ നമ്മളെന്തായാലും അടുത്തതിന് വിഴിഞ്ഞത്ത് പോകുന്നുണ്ട് ഉടനെ തന്നെ. അപ്പോൾ അതിന് ഓട്ടം സാമ്പത്തികം റെഡി ആകുമ്പോഴേക്കും നമ്മൾ പോകും. അപ്പോൾ ആ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് കാണാം. ഓക്കെ.